ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഗൈസ് എല്ലാവർക്കും വൈസ് ചാനലിലേക്ക് ഇറക്കി കുടിച്ചേക്കണം. ഗൈസ് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാം നേരത്തെ പറഞ്ഞോളെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് ഗോൾഡ് റാങ്ക് ഉള്ളവർക്ക് എങ്ങനെ പെട്ടെന്നൊരു ഡയമണ്ട് ഹീറോയ്ക്കൊന്നും പറ്റില്ല, ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എല്ലാവരും പറയണ ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മുഴുവനെ നിങ്ങൾ കേട്ടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഓക്കെ. ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക, നിങ്ങൾ ഡുവോ ആണോ സോളോ ആണോ സ്ക്വാഡിലാണോ കളിക്കുന്നത്. റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, സോളോ എടുത്തിട്ട് ഡുവോ അല്ലെങ്കിൽ സ്ക്വാഡ് ഇതാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. മേ ബി ഞാൻ ഡുവോയിലാണ് അധികം കളിക്കാറ്, അല്ലെങ്കിൽ സ്ക്വാഡ് ഇതന്നെ കളിക്കുള്ളൂ, റോക്കിൻ്റെ കൂടെ. ഓക്കെ. ആൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒരു ദിവസം എത്ര റാങ്ക് പുഷ് ചെയ്യും നിങ്ങളൊരു ഇത് വെക്കുക, ഒരു പോയിന്റ് വെക്കുക. ആ പോയിന്റ് വെച്ചിട്ട് അന്ന് ആ ഇത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റാണ്ട് അതന്നെ കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. ആൻഡ് ക്യാരക്ടർ സ്കിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. ക്യാരക്ടർ സ്കിൽ നല്ലത് വെക്കണം, കാരണം ഒരു എനിമി പെട്ടെന്ന് വന്നാൽ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ സ്കില്ലും ആൻഡ് ലോങ് അങ്ങനെയൊക്കെ വേണ്ടേ. ആൻഡ് ഫസ്റ്റത്തെ മാരിയോ നമുക്ക് വെച്ചാൽ ഒരു അടിപൊളിയായിട്ട് ലോങ് റേഞ്ചിലൊക്കെ ഫൈറ്റ് വന്നാൽ അടിക്കാൻ പറ്റും, നല്ല ഡാമേജ് ആക്കി. ആൻഡ് ലൂണ ഷോർട്ട് റേഞ്ച്. ഓക്കെ. ആൻഡ് ഐറിസ്, മോക്കോ, ഈ 4 ക്യാരക്ടർ വെച്ചിട്ട് ലോഡ് ഔട്ടിൽ സ്കാനർ അല്ലെങ്കിൽ മറ്റേ ഡ്രോപ്പിൻ്റെ ഇത് രണ്ടും വെച്ചാൽ മതി ഏതെങ്കിലും. ഓക്കെ. നിങ്ങൾ ബൗണ്ടി വെക്കണമെങ്കിൽ ബൗണ്ടിയും വെക്കുക ഗൈസ്. പെറ്റ് വന്നിട്ട് നിങ്ങൾക്ക് പാണ്ട ഉണ്ടെങ്കിൽ പാണ്ട വെക്കാം, അല്ലെങ്കിൽ അമര ഫോർച്ചിൻ്റെ വെക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കില്ല്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ സ്ക്വാഡും ഇല്ല ഡുവോയും ഇല്ല, അതുകൊണ്ട് സോളോ കളിക്കാൻ പാടില്ല. റാൻഡം പ്ലേസിൻ്റെ കൂടെ കളിക്കാം. റാൻഡം പ്ലേസിൻ്റെ കൂടെ കളിക്കുന്ന കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവന്മാർ ചിലപ്പോൾ നിങ്ങളുടെ റാങ്കൊക്കെ നല്ല കുറവാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവന്മാർ നിങ്ങളെ പൊക്കി വിടില്ല. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ അവന്മാർ റിവൈവ് ചെയ്യാതെ പോകും. അപ്പോൾ നിങ്ങളുടെ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്ലസ് കുറവായിരിക്കും. ചിലപ്പോൾ കളി തോറ്റാൽ സാധാരണ നിങ്ങൾ തോറ്റാൽ കിട്ടുന്ന മൈനസിനെക്കാട്ടി കൂടുതൽ മൈനസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഓക്കെ. നിങ്ങൾക്ക് കില്ലൊന്നും കിട്ടില്ലല്ലോ. പിന്നെ അവന്മാർ കുമ്മനെ ഓടിക്കും. നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ പിന്നെ എനിമി ഉണ്ട് പറഞ്ഞാൽ എവിടെയെന്ന് പറഞ്ഞു തരും. ഓക്കെ. അതാണ് ടീംമേറ്റ്സിൻ്റെ കൂടെ കളിക്കുന്നതും നമ്മുടെ ബംഗാളികളുടെ കൂടെ കളിക്കുന്നതുമായിട്ടുള്ളൊരു വ്യത്യാസം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ടീം വർക്കിൽ കളിക്കുക. സ്ക്വാഡിൽ വെച്ചാൽ ബംഗാളികളായിട്ടുമായി റിവൈവ് ആക്കാണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്ക്വാഡിൽ 4 പേരും അല്ലെങ്കിൽ 3 പേരും ഉണ്ടാവാൻ വേണം, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ലാസ്റ്റ് സോൺ ആകുമ്പോഴേക്കും ഒരു 3 പേരൊക്കെ ആണെങ്കിൽ റിവൈവ് ആക്കാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കളി ജയിക്കും, പക്ഷേ ചാൻസ് കുറവായിരിക്കും. 4 പേരുണ്ടെങ്കിൽ 4 പേരും ബെസ്റ്റ് കൊടുത്ത് കളിച്ചാൽ ആൻഡ് ഒരു സ്ഥലമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സോണ് പിടിച്ചൊക്കെ കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് പോയി അടിക്കാൻ പറ്റും. എൻ്റെ ഐറസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലോങ് റേഞ്ചിൽ നിന്നാണ് മറ്റേ സോണ് വരുമ്പോൾ അടിക്കുക. ചില ബംഗാളികളുണ്ട് ഗൈസ്, ഈ ഒരു മിഷ ക്യാരക്ടർ അതിട്ടിട്ട് വണ്ടിയിലൊരു വരവ് വരും, അത് നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ അമ്മമാർ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്ലൂ ഫ്രണ്ട് ഇട്ട് കൊടുക്കണം, അപ്പോൾ അതിൻ്റെ സ്പീഡ് പറയും. ടീംമേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബംഗാളികളുടെ കൂടെ തന്നെ പോവാം. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.